ഗുഡ് ഈവനിങ്. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരം നമ്മൾ കപ്പയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 2 കപ്പ ഉണ്ടായിരുന്നു കൂടുന്നത്. രാവിലെ തന്നെ ഇത് കണ്ടപ്പോൾ കണ്ണൻകുട്ടിയും പൂജിട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ നല്ലോണം ഉടച്ചതും കാന്താരി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ രാവിലത്തെയും ഉച്ചക്കത്തെയും ഒക്കെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അലക്കിയത് മടക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇവർ വരുമ്പോഴേക്കും ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന് ഇരിക്കുന്നത്. ഒരു 3:30 ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3:30 3:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ. കണ്ണൻകുട്ടി നേരത്തെ വരും, ഞാൻ പറഞ്ഞല്ലോ ഒരു 4:30 ഒക്കെ ആകുമ്പോഴേക്കും, മാക്സിമം 4:30 അതിൻ്റെ ഉള്ളിൽ അവ എത്തും. പൂജിട്ട് അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാളും വരുമ്പോഴേക്കും ഇത് പിന്നെ കുക്കറിൽ നമുക്കൊരു വിസിൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ. എനിക്ക് ഈ കപ്പ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കുത്തി ഉടച്ചിട്ട് അതിലേക്ക് മീൻകറിയാണ് എനിക്ക് ഇത്തിരിയും കൂടെ ഇഷ്ടം കേട്ടോ. ചമ്മന്തി ഓക്കെയാണ്, പക്ഷേ മീൻകറിയും ഇതും കൂടെ ഉടച്ചിട്ട് അങ്ങോട്ട് വെന്തുടഞ്ഞ് വരില്ലേ, അപ്പോഴത്തേക്കാട്ടോ നല്ല ടേസ്റ്റ്. ഇന്ന് നോക്കുമ്പോൾ രണ്ടാളും നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് ക്ലാസ് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് വൈകിട്ടല്ലേ എത്തുള്ളൂ അപ്പോഴേക്കൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും ഇന്ന് രണ്ടാളും നേരത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വിളക്ക് വെക്കണതിൻ്റെ മുന്നേ ചായ കുടിക്കണം, അല്ലെങ്കിൽ പിന്നെ വിളക്ക് വെച്ചിട്ടല്ലേ നമ്മൾ ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് കുഞ്ഞ കഷ്ണങ്ങളൊക്കെ കൊത്തി അരിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിരിക്കുക. നമുക്കത് കപ്പ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം അത് നല്ലതാണോ പൊട്ടയാണോ എന്നിട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോലിങ്ങനെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല കപ്പയാണെങ്കിൽ. പൊട്ട കപ്പയാണെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ വേവിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ. പേപ്പർ കിട്ടിയതിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണൻകുട്ടിയുടെ പേപ്പർ കിട്ടിയില്ലേന്ന് പൂജിട്ട് ചോദിക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാമെന്നാട്ടോ പറയണത്. വലിയ ഉടായിപ്പ മാർക്ക് കുറവാകും, അത് കാരണമാണ് അങ്ങനെ പറയണത്. എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറുള്ളി ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്ക് ചീനിമുളകും ചെറിയുള്ളിയും പുളിയും കൂടെ ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് കപ്പ ഇങ്ങനെയല്ല വെക്കുന്നത് കുറച്ചും കൂടെ ഇഷ്ടം. ഒന്നില്ലെങ്കിൽ മീൻകറിയും കപ്പ, ഇല്ലെങ്കിൽ ഉള്ളിയും മുളകും വറ്റൽമുളകൊക്കെ കുത്തിയിട്ടിട്ട് അങ്ങനെ വെക്കില്ലേ, അതും ഇഷ്ടമാണ്. പണ്ടൊക്കെ എൻ്റെ അമ്മമ്മല്ലേ, അമ്മയുടെ അമ്മ കേട്ടോ, വരുന്ന സമയത്ത് ഈ കപ്പ പുഴുങ്ങിയിട്ട് അമ്മമ്മ അതിങ്ങനെ കഷ്ണാക്കി ഉണക്കിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് എണ്ണയിലിട്ട് വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. വൈകിട്ട് അമ്മയ്ക്ക് ഞങ്ങളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരും. അമ്മമ്മ അത് പൊതിഞ്ഞ് കൊണ്ടുവരും. അമ്മയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണക്കി റെഡിയാക്കിയിട്ട് കൊണ്ടുവരും. അത് പിന്നെ അതിൻ്റെ ശേഷം ഒന്നും അങ്ങനത്തെ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ നമ്മുടെ ചോറില്ലേ, പഴയ ചോറൊക്കെ ഉണ്ടെങ്കിൽ അമ്മമ്മ അതൊക്കെ അരച്ചിട്ട് അതിനകത്തേക്ക് ഈ മുളക് പൊടിയും പിന്നെ ജീരകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മുടെ നൂലുപുട്ടിൻ്റെ അച്ചിൽ പീച്ചിയിട്ട് അത് ഓരോ സൈസാക്കിയിട്ട് നമ്മുടെ നുറുക്കിൻ്റെ സൈസ്, അതുപോലെ പക്കോടയുടെ സൈസ്, അങ്ങനത്തെയൊക്കെ ഓരോ ഷേപ്പിൽ ആക്കിയിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് വറുത്ത് കഴിക്കാം വൈകുന്നേരം. നമുക്ക് മഴക്കാലത്തൊക്കെ അത് മതി കേട്ടോ. അമ്മ അങ്ങനത്തെ കാര്യത്തിനൊന്നും മെനക്കെടാറില്ല. അമ്മമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അമ്മയ്ക്ക് മെനക്കെടാൻ വേണ്ടിയിട്ട് നേരം ഉണ്ടാവില്ല. അമ്മ ഞങ്ങളെ നോക്കുക, വേറെ പണിക്കാൻ പോവുക. അപ്പോൾ അമ്മമ്മ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന് വെച്ചിട്ട് പോവും, ഇല്ലെങ്കിൽ അമ്മമ്മ വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് വൈകുന്നേരം ഇന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്നും വൈകിട്ട് നമ്മളിങ്ങനെ ചായയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഉള്ള സംഭവങ്ങൾ ഇതേപോലെ എന്തെങ്കിലും കപ്പയോ ദോശമാവോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വല്ല കൊതിയും തോന്നുമ്പോൾ പൊരിക്കടി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. മിക്കതും കണ്ണൻകുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചോറാണ് കഴിക്കുക. പിന്നെ ബ്രെഡോ ജാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ അത് കൂട്ടി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചമ്മന്തിയൊക്കെ റെഡിയാക്കി ചീനമുളകും ഉള്ളിയും പുളിയും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ മിക്സിയിലൊന്ന് നരച്ചെടുത്തിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ അമ്മയില്ലേ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ കല്ലിൽ വെച്ച് ചതയ്ക്കണം. അപ്പോൾ ഞാൻ എന്തായാലും മിക്സിയിൽ അരച്ചെടുത്തു. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചമ്മന്തി സെറ്റായി. അപ്പോഴേക്കും കപ്പയും വെന്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വിസിലായപ്പോഴേക്കും. എന്നിട്ട് ഞാൻ അതിൻ്റെ വെള്ളം കുറച്ച് എക്സ്ട്രാ വെള്ളമൊക്കെ ഊറ്റിയിട്ട് അത് മാറ്റിക്കളഞ്ഞിട്ട് നമുക്കത് നല്ലോണം ഉടയ്ക്കണം. ആ സമയത്ത് ഞാൻ പറയാറില്ല എപ്പോഴും എനിക്ക് അവിടെ വെള്ളം എന്തെങ്കിലും കണ്ടാൽ ഞാൻ തുടയ്ക്കുമെന്ന്. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു സാധനം കൂർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുമ്മ കൈ തട്ടിയിട്ട് പൊളിഞ്ഞു, ചോര വന്നു. അപ്പോൾ അത് നല്ലോണം ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി അതൊക്കെ വെള്ളത്തിൽ കാണിച്ചപ്പോൾ പിന്നെ ബ്ലഡ് വരൽ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്കത് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഉടയണം കേട്ടോ. ഇനി കപ്പ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെണ്ട കഷ്ണം പോലെ ഇങ്ങനെ കഷ്ണാക്കിയിട്ട് പുഴുങ്ങില്ലേ, എനിക്കത് വലിയ താല്പര്യമില്ല. എന്നിട്ട് ഇങ്ങനെ ചമ്മന്തിയിൽ മുക്കി കഴിക്കുക. ഇവിടെ പൂജുട്ടിക്കായാലും കണ്ണൻകുട്ടിക്കായാലും ഇങ്ങനെ നല്ലോണം ഉടക്കേണ്ടതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഉള്ളത് പാത്രത്തിലാക്കിയിട്ട്
വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണൻകുട്ടി പറഞ്ഞു നമുക്ക് മേലെ പോയിരുന്നിട്ട് കഴിക്കാം, ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൂടെ എടുത്തിട്ട് മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചായയും കട്ടൻ ചായയും ഇതൊക്കെ കൂടെ സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മേലെ പോയിട്ടാട്ടോ. പിന്നെ മിക്കതും ചായയൊക്കെ കുടിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഉമ്മറത്ത് വന്നിരിക്കും, നമ്മൾ പറയാറുണ്ടല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉമ്മറും അടുക്കളയായിട്ട് ഒരു ബന്ധവുമില്ല, ബാക്കിൽ അങ്ങനെ ആളും മനുഷ്യരൊന്നും കാണില്ല. അവിടെ ഉമ്മറത്ത് പോയിരുന്നാലേ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്തിനാണെങ്കിലും പിള്ളേർ വന്നാലാട്ടോ ഞാൻ ഉമ്മറത്ത് ഗ്രില്ല് തുറന്നിട്ട് പുറത്ത് വന്നിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിതിൻ്റെ ഉള്ളിൽ അല്ല ജയിൽവാസം പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പേടിയാണ്, പിന്നെ ഇറങ്ങൂല്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ അതിൻ്റെ മേലൊക്കെ കയറിയിട്ട് ചായ കുടിക്കുക. നല്ല രസമാട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ചപ്പൊക്കെ ഉണ്ട്. അതൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ പിന്നെ അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ അതിന് മെനക്കെടാണ്ടിരുന്നതാണ്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓരോന്നും പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ പൂജുട്ടിയുടെ സ്കൂളിലൊക്കെ വിശേഷം പറയാണ്ടാവും, കണ്ണൻകുട്ടിക്ക് പറയാണ്ടാവും, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്ടാവും. ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പഴുത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് വീഡിയോ കാണും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആട്ടോ ഞങ്ങളുടെ ഓരോ ദിവസങ്ങൾ പോയോണ്ടിരിക്കുക. എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല, ഓരോരോ പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് ആൾക്ക് ചായ കുടിച്ചിട്ട് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ടപ്പേന്ന് ഓടണം. അതിന് വേണ്ടിയിട്ടുള്ള സോപ്പിംഗ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലത്തെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ വന്ന് ഈ ചായയോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേല് കഴുകിയിട്ട് വിളക്ക് വെക്കാനാണ് കേട്ടോ ഉള്ളത്. അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അഥവാ നമ്മൾ പുറത്തൊക്കെ പോണ സമയത്താട്ടോ എനിക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റാണ്ടിരിക്കുള്ളൂ. രാവിലെയും തന്നെ ഞാൻ നേരത്തെ നീറ്റ് വിളക്ക് വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് നാമം ചൊല്ലി കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ. നേരത്തെ നീക്കും കേട്ടോ, മാക്സിമം ഞാൻ നേരത്തെ നീക്കും. അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ എനിക്ക് എന്തോ ആ ദിവസം മൊത്തം ഒരു പോസിറ്റീവ് എനർജി പോലെ തോന്നും. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് എന്തോ വല്ലാണ്ട് മിസ്സിങ് തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ മേലഴുകി വിളക്ക് വയ്ക്കൽ കഴിഞ്ഞ് നാമം ചെല്ലാൻ വേണ്ടിയിട്ടിരിക്കും. കണ്ണൻകുട്ടി നാമം ചെല്ലാൻ വേണ്ടിയിട്ട് കൂടെ കിട്ടാറില്ല കേട്ടോ ഒരുമിച്ച്. അവൻ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു കടമ കഴിക്കണ പോലെ ഒരു നാമം ചൊല്ലലൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.